ഹലോ കൂട്ടുകാരെ, ഞാൻ ലക്ഷ്മി. ഞാൻ SN ട്രെയിനിങ് കോളേജ് നെടുങ്കണ്ടയിൽ ട്രെയിനിയായി പഠിക്കുന്നു. അപ്പോൾ നമ്മളിൽ ചിലർ ഒരുപോലെ ഇരിക്കത്തില്ലയോ കാണാനായിട്ട്? അവരെ നമ്മൾ എന്തുവാ വിളിക്കുക? ട്വിൻസ് എന്നാണ് വിളിക്കാറുള്ളത്. അതുപോലെ നമ്മുടെ ത്രികോണങ്ങളിലും ചിലർ ഒരുപോലെയുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടണ്ടേ? അവരെ പരിചയപ്പെടാനായിട്ട് നിങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാ വരാൻ പോകുന്നേ. ഡോറെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഡോറ നിങ്ങൾക്ക് അങ്ങനെയുള്ള ത്രികോണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഡോറെ നമുക്ക് വിളിച്ചാലോ? ഇഷ്ടമാണോ? വരൂ, എല്ലാവരും പോകാം. ഡോറയുടെ പ്രയാണം ചെല്ലുമ്പോൾ നിങ്ങൾ വരണം. സഹായത്തിന് എന്ത് ചെയ്യാം? എടുത്തോളൂ, പോകാം. ജോലി, ജോലി. നിങ്ങളും വഴി കാണിക്കാം. ഞാൻ തട്ടിപ്പറിച്ചെന്നോ? ഞങ്ങളുടെ കൂടെയുള്ള ത്രികോണത്തിന് തുല്യമായ ത്രികോണത്തിനെ കാണാനില്ല. എവിടെയാണെന്നും അറിയില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ഞങ്ങളെ ചുറ്റും നോക്കിയ ത്രികോണം എവിടെയാണെന്ന് പറയാമോ? ശരി, ഈ ത്രികോണത്തിന് തുല്യമായ ത്രികോണം എവിടെയാ ഉള്ളത്? ഞാൻ നോക്കട്ടെ. എവിടെയാണുള്ളത്? മരത്തിന് പുറകിലോ? വരൂ, നോക്കാം. ത്രികോണത്തിനെ കണ്ടുപിടിക്കാൻ സഹായിച്ചതിന് വളരെ നന്ദി. മാപ്പിനോട് ചോദിച്ച് തുല്യമായ ത്രികോണങ്ങൾ എങ്ങനെ കണ്ടെത്തണമെന്നറിയാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അതിന് നിങ്ങൾ എല്ലാവരും മാപ്പ് എന്ന് പറയണം. ഇനിയും ഉറക്കെ പറയണം. നിങ്ങൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ടു പറയും ഞാൻ. ഞാനാണ് മാപ്പ്. സ്നേഹിതർക്ക് കൈനീട്ടി വഴി പറയും സുഹൃത്ത് ഞാൻ. ഞാനാണ് മാപ്പ്. ഡോറയും ബുജിയും തുല്യ ത്രികോണങ്ങൾ പെട്ടെന്ന് എങ്ങനെ കണ്ടാൽ മനസ്സിലാകുമെന്നറിയാൻ ആഗ്രഹിക്കുന്നു. തുല്യ ത്രികോണങ്ങൾ എങ്ങനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അതിന് നിങ്ങൾ ആദ്യം ത്രികോണങ്ങളുടെ 3 വശം തുല്യമാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ത്രികോണങ്ങളുടെ 2 വശവും ഇടയിലെ കോണും തുല്യമാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ 2 കോണും ഇടയിലെ വശവും തുല്യമാണോ എന്ന് നോക്കണം. അപ്പോൾ ഉടനെ ഡോറയുടെ അടുത്ത് പോയി പറയൂ, SSS, SAS, ASA. എന്നോടൊപ്പം പറയൂ, SSS, SAS, ASA. SSS, SAS, ASA. SSS, SAS, ASA. തുല്യ ത്രികോണങ്ങൾ എങ്ങനെയാ കണ്ടെത്തുക? ആദ്യം SSS, SAS, ASA. ആദ്യം നമ്മൾ 2 ത്രികോണങ്ങളുടെ 3 വശം തുല്യമാണോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ 2 വശവും ഇടയിലെ കോണും തുല്യമാണോ എന്ന് നോക്കണം. അതുമല്ലെങ്കിൽ 2 കോണും ഇടയിലെ വശവും തുല്യമാണോ എന്ന് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും തുല്യ ത്രികോണങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തുല്യ ത്രികോണത്തിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ട് കേട്ടാലോ? നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വരൂ. തുല്യമായ ത്രികോണങ്ങൾ തിത്താരതേതോ, കണ്ടാലൊരു പോലെയാണ് തിത്തിത്താരതേതോ, കണ്ടാലറിയാനൊരു മാർഗമുണ്ടല്ലോ. മാർഗങ്ങൾ 3 തിത്തിത്താരതേതോ, 3-1 കണ്ടാൽ
വശമാണല്ലോ. ഏതിത്തിത്താരാതീരേ തിത്തേതകതീരേ. എസ് എന്നാൽ ത്രികോണത്തിൻ മൂന്നു വശങ്ങൾ. അവ തുല്യമായാൽ പറയാലോ തിത്തിത്താരാതീതോ. തുല്യമായ ത്രികോണങ്ങൾ തിത്തിത്താരാതീതോ. കൂടെയുണ്ട് എസ്സും എസ്സേയും. എസ് പറയാമോ തിത്തിത്താരാതീതോ. രണ്ടു വശമിടയിലെ കോണുമാണല്ലോ. ഈ തിത്തിത്താരാതീതോ തിത്തേതകതീതോ. എസ്സേ പറയാമോ തിത്തിത്താരാതീതോ. രണ്ടു കോണുമിടയിലെ വശവുമാണ്. ഈ തിത്തിത്താരാതീതോ തിത്തേതകതീതോ. ഇവയും തുല്യമായാലോ തിത്തിത്താരാതീതോ. അത് തുല്യമായ ത്രികോണങ്ങളാണ് ആണ്. ഇത് തുല്യമായ ത്രികോണങ്ങളാണ് ആണ്. ഏ തിത്തിത്താരാതീതോ തിത്തേതകതീതോ.